ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് LDF BJP ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. UDFിൻ്റെ വോട്ട് വിഭജിക്കാനായിട്ട്. അതിനോട് എന്താണ് പ്രതികരണം? കോൺഗ്രസ് ഈ രാജ്യത്തിൽ, നാട്ടിൽ മാത്രമല്ല രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഒരു ടൈറ്റിൽ, ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കോൺഗ്രസ്സിന് കൊടുക്കണം. കാരണം ഇവർ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് രാഷ്ട്രീയം ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ്. അതിൻ്റെ ഒരു ബി ടീമായിട്ട് മാറുന്നു CPM. ഇന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരാളോട് ചോദിച്ചാൽ, വ്യക്തിയോട് ചോദിച്ചാൽ CPMൻ്റെ പാർട്ട്ണർ ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്നല്ലേ പറഞ്ഞത്. ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായി ഇവിടുന്ന് അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ഒരു അലയൻസിൻ്റെ ഭാഗമായിട്ട് ആരാണ് മത്സരിക്കുന്നത്? CPM കോൺഗ്രസ് അല്ലേ. ഒരു ഒറ്റ അലയൻസിൽ, അത് ഇന്ത്യ അലയൻസ്. പിന്നെ എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഈ ഒരു രീതി നിങ്ങൾ തുടരുന്നത്? അതിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ജനങ്ങളെ വിഡ്ഢിയാക്കി വോട്ട് നേടുന്ന കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടിയ സംസ്ഥാനത്തിൽ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ അഴിമതിൻ്റെ റെക്കോർഡ് സെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പറയാണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും പറയുക. CPMും BJPയും തമ്മിൽ ഒരു അന്തർധാരണേൻ്റെ എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി? 0%. ഞങ്ങൾ എത്ര പ്രവർത്തകരെ കൊന്ന ഒരു പാർട്ടിയല്ലേ CPM. പിന്നെ എങ്ങനെയാണ് BJPയും CPM തമ്മിലൊരു അന്തർധാരണ? ഇത് കോൺഗ്രസും CPM തമ്മിലാണ്. അത് ഓപ്പൺ സീക്രട്ടാണ്.